തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ മുന്നണി തകരുമെന്ന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് പ്രതിപക്ഷം വോട്ടിംഗ് മെഷീനെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഏത് രീതിയിലും ജനങ്ങളുടെ മനസ്സിൽ വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. അതിനെതിരെയാണ് നിലവിൽ BJPക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായ വിധി വന്നത്. VVPAT കേസിൽ സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മുന്നണി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യ സംഘത്തിന്റെ സ്വപ്നങ്ങൾ തകർക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചതെന്നും ഈ വിധി പ്രതിപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്നും മോദി വ്യക്തമാക്കി. ഇവർ തുടർച്ചയായി EVMനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യ സംഘത്തിന്റെ സ്വപ്നങ്ങൾ തകർക്കുന്ന വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. ഇവർ തുടർച്ചയായി EVMനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് സുപ്രീം കോടതി അവർക്ക് ശക്തമായ അടിയാണ് നൽകിക്കഴിഞ്ഞത്. അവർക്കൊന്നും കാണാൻ കഴിയില്ല. ഇന്ന് ജനാധിപത്യത്തിന് നല്ല ദിവസമാണ്. ബീഹാറിലെ അരാരിയിൽ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യ സംഘത്തിലെ ഓരോ നേതാക്കളും EVMുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുകയാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് ബാലറ്റ് പെട്ടികൾ കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ച അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെന്നും മോദി പറഞ്ഞു. ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും തെരഞ്ഞെടുപ്പിലെ സാങ്കേതിക വിദ്യയും പുകഴ്ത്തുമ്പോൾ ഈ ആളുകൾ എന്തിനാണ് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി EVMനെ അപകീർത്തിപ്പെടുത്തുന്നതെന്ന് മോദി ചോദിച്ചു. തുടർച്ചയായി ജനാധിപത്യത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും മോദി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് സംവിധാനം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യം കോടതി തള്ളിയിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ വോട്ടുകൾക്കൊപ്പം മുഴുവൻ VVPAT രസീതുകളും എണ്ണണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജി ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് തള്ളിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങൾ സുതാര്യത മുഴുവനും VVPATകൾ എണ്ണേണ്ടതില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ച നിലപാടിലാണ് കോടതിയുടെ അന്തിമ ഫലം വന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വൈകിപ്പിക്കുമെന്ന് കമ്മീഷന്റെ വാദമുണ്ടായിരുന്നു. കമ്മീഷന്റെ വാദം അംഗീകരിച്ചായിരുന്നു കോടതി വിധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വത്തിന് സാധ്യതയില്ല എന്നും VVPAT രസീതുകൾ എണ്ണേണ്ട കാര്യമില്ല എന്നും കോടതി കണ്ടത്. അന്ധമായ ഒരു സംവിധാനത്തെയും തടസ്സപ്പെടുത്തരുതെന്ന് ഹർജി തള്ളിയ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇലക്ട്രോണിക് മെഷീനിലെ സുതാര്യതയെ ആദ്യഘട്ടത്തിലെ പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.